ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 119:10 വായിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുവാൻ എനിക്ക് ഇടവരരുതേ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ച ധ്യാനവും പ്രാർത്ഥനയുമാണ് 119-ാം സങ്കീർത്തനം. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ശരിയായി ജീവിക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ദൈവവചനം നൽകുന്നു. സ്നേഹനിധിയായ ദൈവത്തെ സങ്കീർത്തനക്കാരൻ ന്യായപ്രമാണത്തിൽ ദർശിക്കുന്നതായി നാം കാണുന്നു. 10-ാം വാക്യത്തിൽ താൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിൻ്റെ പ്രമാണം കാക്കുന്നതും സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുന്നതുമെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ദൈവത്തിനായുള്ള ആഴമേറിയതും ആത്മാർത്ഥവുമായ അന്വേഷണമാണ് ആവശ്യം. അത് ദൈവത്തെ അറിയുവാനും ദൈവത്തോട് സഹവസിക്കുവാനുമുള്ള അഗാധമായ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തുമെന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുവാൻ എനിക്ക് ഇടവരരുതേ എന്ന് സങ്കീർത്തനക്കാരൻ വിലപിക്കുമ്പോൾ മനുഷ്യന്റെ ബലഹീനതയെയും വഴിതെറ്റിപ്പോകുവാനുള്ള പ്രവണതയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സദൃശവാക്യങ്ങൾ 3-ൽ അനുസരിക്കുവാനുള്ള ആഹ്വാനം നൽകുമ്പോൾ, മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നീതിയുടെ പാതയിൽ തുടരാൻ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. ദൈവകൽപ്പനകൾ വിട്ടു നടക്കുവാൻ ഇടയാകാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാനും സേവിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.